നമസ്കാരം. സെൻറ് മേരീസ് ITI കാച്ചേരി തൃശ്ശൂർ ഫിറ്റർ സെക്കൻഡ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദനൻ, ഫിറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ന്യൂമാറ്റിക്സിലെ ആക്ച്വേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. ന്യൂമാറ്റിക്സ് ആക്ച്വേറ്റേഴ്സ്. Pneumatic actuators are the devices used for converting energy of compressed air into the mechanical energy to perform useful work. ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. ആക്ച്വേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രവർത്തിപ്പിക്കുക എന്നാണ്. അപ്പോൾ ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഡിവൈസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ആക്ച്വേറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? കംപ്രസ്ഡ് എയറിനെ, ന്യൂമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കംപ്രസ്ഡ് എയറിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കംപ്രസ്ഡ് എയറിനെ, അതിനകത്തുള്ള എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റി ആവശ്യാനുസരണം മെക്കാനിക്കൽ എനർജി വെച്ചിട്ടുള്ള പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കലാണ്. പിന്നെ പറഞ്ഞു, ആക്ച്വേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പെർഫോം ദ ടാസ്ക് ഓഫ് exerting the required force at the end of the stroke or used to create displacement by the movement of a piston. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആക്ച്വേറ്റേഴ്സ് എന്താണ് ശരിക്കും ചെയ്യുന്നത്? മൂവ്മെൻറ്റ് ഓഫ് എ പിസ്റ്റൺ. ഒരു പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് മൂലം നമുക്കൊരു ഭാഗത്തൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. ഇതിന് വേണ്ടിയിട്ടാണ് ആക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നതൊരു ലീനിയർ ന്യൂമാറ്റിക് ആക്ച്വേറ്ററാണ്. പലതരത്തിലുള്ള ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. അതിലൊന്ന് ലീനിയർ ഉണ്ട്, റോട്ടറി മോഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്, അതുമാതിരി ആംഗിളിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ചിത്രത്തിൽ കാണുന്നതൊരു ലീനിയർ ന്യൂമാറ്റിക് ആക്ച്വേറ്ററാണ്. The pressurized air from the compressor is supplied to reservoir. കംപ്രസറിൽ നിന്ന് വരുന്ന പ്രഷറൈസ്ഡ് എയർ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇതിനകത്തുള്ളൊരു റിസർവോയറിലാണ്. ദ പ്രഷറൈസ്ഡ് എയർ ഫ്രം സ്റ്റോറേജ് ഈസ് സപ്ലൈഡ് ടു ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ടു ഡു ദ വർക്ക്. അങ്ങനെ ഈ റിസർവോയറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഈ പ്രഷറൈസ്ഡ് എയറിനെ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ വഴി വർക്കിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ദ എയർ സിലിണ്ടർ ഈസ് എ സിമ്പിൾ ആൻഡ് എഫിഷ്യൻറ്റ് ഡിവൈസ് ഫോർ പ്രൊവൈഡിങ് ലീനിയർ ത്രസ്റ്റ് ഓർ സ്ട്രൈറ്റ് ലൈൻ മോഷൻ വിത്ത് എ റാപ്പിഡ് സ്പീഡ് ഓഫ് റെസ്പോൺസ്. ഇതൊരു സിലിണ്ടർ പിസ്റ്റൺ യൂണിറ്റാണ് ശരിക്കും. അപ്പോൾ ഇത് ലീനിയർ ത്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷനെ വളരെ പെട്ടെന്ന് സ്പീഡാവുന്ന ഒരു സംവിധാനമാണിത്. പിന്നെ പറഞ്ഞു, ദേ ആർ ആൾസോ സൂട്ടബിൾ ഫോർ യൂസ് അണ്ടർ കണ്ടീഷൻ വിച്ച് പ്രിക്ലൂഡ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ഹൈഡ്രോളിക് സിലിണ്ടർ ദാറ്റ് ഈസ് എ ഹൈ ആംബിയൻ ടെമ്പറേച്ചർ അപ് ടു 200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 250 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഹൈഡ്രോളിക് സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലത്ത് ന്യൂമാറ്റിക് സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Their chief limitation is that elastic nature of the compressed air make them unsuitable for powering movement where absolutely steady forces or motions are required applied against a fluctuation load or where extreme accuracy of feed is necessary. ഇപ്പോൾ ഇവിടെ പറയുന്നു, ഈ ന്യൂമാറ്റിക് ആക്ച്വേറ്ററിൻ്റെ ലിമിറ്റേഷൻ, പരിമിതികൾ എന്താണ്? അപ്പോൾ ഈ കംപ്രസ്ഡ് എയറിലുള്ള ഇലാസ്റ്റിക് നാച്ചർ മൂലം ഇതിനകത്ത് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു ഫ്ലക്ച്വേഷൻ ലോഡ് വരികയാണെങ്കിൽ, അപ്പോൾ ഇതിനകത്തുള്ള ലോഡിൽ ഫ്ലക്ച്വേഷൻസ് വരികയാണെങ്കിൽ അതിന് അഗൻസ്റ്റായിട്ട് നമുക്ക് ഈ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് അത്ര സൂട്ടബിൾ അല്ല. പിന്നെ ആക്യുറസി ഉള്ള വർക്കുകൾ, അതായത് എക്സ്ട്രീം ആക്യുറസി ഓഫ് ഫീഡ്. ഇപ്പോൾ ഇതൊരു ഫീഡ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ കൃത്യമായിട്ടുള്ള ആക്യുറസി അവിടെ വേണം.
അപ്പോൾ ഒരു ഫീഡ് സിസ്റ്റത്തിൽ ചിലപ്പോൾ ഇത് അത്ര നന്നായിട്ട് ഈ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ പ്രവർത്തിച്ചോളണമെന്നില്ല. പിന്നെ പറയണു ലിമിറ്റഡ് ത്രസ്റ്റ് ഔട്ട്പുട്ട് ബൈ ദ റിലേറ്റീവ്ലി ലോ സപ്ലൈ പ്രഷർ so that production of high output forces can only be achieved by a large size of cylinder. അപ്പോൾ ഇതിനകത്തുള്ള ഔട്ട്പുട്ട് പ്രഷർ കുറവാണെങ്കിൽ അപ്പോൾ ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ നമുക്കൊരു ഹൈ ഔട്ട്പുട്ട് ഫോഴ്സ് വേണമെങ്കിൽ ഒരു ലാർജ് സൈസുള്ള സിലിണ്ടർ ആവശ്യമായിട്ട് വരുന്നു. Types of pneumatics actuators. Pneumatic cylinders can be used to make linear, rotary, and oscillatory motion. There are three types of pneumatic actuator. They are ഒന്നാമത്തെ linear actuator or pneumatic cylinders, rotary actuator or air motors, limited angle actuators. അപ്പോൾ ന്യൂമാറ്റിക് സിലിണ്ടർ എന്ന് വെച്ചാൽ ആക്ച്വേറ്റർ തന്നെയാണ്. അപ്പോൾ 3 തരത്തിലുണ്ട്, 3 ടൈപ്സ് ഓഫ് ഉണ്ട്. ലീനിയർ ആക്ച്വേറ്റർ, നേരത്തെ പറഞ്ഞു സ്ട്രെയിറ്റ് മോഷൻ, റോട്ടറി ആക്ച്വേറ്റർ കഴിഞ്ഞാൽ മോഷൻ റോട്ടറി. ഇപ്പോൾ ന്യൂമാറ്റിക് ഡ്രില്ലൊക്കെ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുമാതിരി ലിമിറ്റഡ് ആംഗിളിൽ പ്രവർത്തിക്കുന്ന ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. കാൽക്കുലേഷൻ ഓഫ് സിലിണ്ടർ ഫോഴ്സസ്. അപ്പോൾ അതിൻ്റെ ഫോർമുല നമുക്ക് നോക്കാം. F is equal to P into A/10. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ഇൻ ന്യൂട്ടൺ. P is equal to പ്രഷർ അറ്റ് ദ സിലിണ്ടർ ഇൻ ബാർ. സിലിണ്ടർ പ്രഷറിൽ ബാറിലാണ് നമ്മൾ കണക്കാക്കുന്നത്. A എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ഏരിയ ഓഫ് സിലിണ്ടർ പിസ്റ്റൺ ഇൻ സ്ക്വയർ മില്ലിമീറ്റർ. ഇതാണ് സിലിണ്ടർ ഫോഴ്സ് കാൽക്കുലേഷൻ ചെയ്യാനുള്ള ഫോർമുല. F is equal to P into A/10. Stroke. Stroke is the distance traveled by an actuator in motion. സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിനകത്തെ പിസ്റ്റൺ, ഈ ആക്ച്വേറ്റർ മോഷൻ ആവുമ്പോൾ സിലിണ്ടറിനകത്തെ പിസ്റ്റൺ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ദ കേപ്പബിലിറ്റി ഓഫ് ദ ലീനിയർ ആക്ച്വേറ്റർ. അപ്പോൾ ഈ മെഷർമെൻ്റാണ്, ഈ സ്ട്രോക്ക് ലെങ്ത് ആണ് ഒരു ആക്ച്വേറ്ററിൻ്റെ കേപ്പബിലിറ്റിനെ അളക്കുന്നത്. ആക്ച്വേറ്റർ മോഷൻ ആവുമ്പോൾ സിലിണ്ടറിനകത്തെ പിസ്റ്റൺ എത്ര ഡിസ്റ്റൻസ് മൂവ് ആവും, ആ മെഷർമെൻറ്റ് ആണ്, സ്ട്രോക്ക് ലെങ്ത് ആണ് ലീനിയർ ആക്ച്വേറ്ററിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയണു സ്ട്രോക്ക് ഹെൽപ്സ് ഡിറ്റർമൈൻ കീ ഫാക്ടേഴ്സ് സച്ച് ആസ് വെയ്റ്റ് കപ്പാസിറ്റി ഓഫ് ദ ആക്ച്വേറ്റർ, ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക്, ദ സ്പീഡ് ഓഫ് ദ മോഷൻ ആൻഡ് ദ ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി ജനറേറ്റഡ്. അപ്പോൾ ഈ സ്ട്രോക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിലൊന്നാണ് ഇതിൻ്റെ കപ്പാസിറ്റി ഓഫ് ദ ആക്ച്വേറ്റർ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സ്ട്രോക്ക് ലെങ്ത് കൂടുകയാണെങ്കിൽ പിസ്റ്റൺ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സമയവും കൂടുതലായിരിക്കും. അതുപോലത്തെ അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റും കുറച്ച് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ സ്ട്രോക്ക് ലെങ്ത് കുറവാണെങ്കിൽ മൂവ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ടൈം, സ്ട്രോക്ക് എടുക്കാനുള്ള സമയവും കുറവായിരിക്കും. അങ്ങനെ ഇതിൻ്റെ സമയം എത്ര എടുക്കും, അതിൻ്റെ സ്പീഡ് എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ സ്ട്രോക്ക് മൂലം നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആക്ച്വേറ്റർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, സിലിണ്ടർ പറഞ്ഞു, അതിനകത്ത് പിസ്റ്റണൊക്കെ പറഞ്ഞു, അതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് പറഞ്ഞു. അപ്പോൾ സിലിണ്ടർ എന്ന് പറഞ്ഞാലും ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാലൊക്കെ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ വിവിധ തരം ആക്ച്വേറ്ററായിട്ട് ഉപയോഗിക്കുന്ന സിലിണ്ടറുകളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. അതിലാദ്യം പറയുന്നതാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. ഇറ്റ് ഈസ് ആൻ ആക്ച്വേറ്റർ വിച്ച് മൂവ്സ് ലോഡ് അലോങ് ദ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ ഒരു മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ലോഡിനെ സ്ട്രെയിറ്റ് ലൈനിലാണത് മൂവ് ചെയ്യുന്നത്. അതാണ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ.
It can apply pneumatic force only in one direction. ഒരു ന്യൂമാറ്റിക് ഫോഴ്സിനെ ഒരു വൺ ഡയറക്ഷനിലേ അത് മൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദെയർഫോർ കോൾഡ് സിംഗിൾ ആക്ടിങ്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്, സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. മൂവ്മെൻറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ അത് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വരണ്ടേ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എങ്ങനെ ഉണ്ടാവണു? ഈസ് കോസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ലൈക്ക് സ്പ്രിങ്. അവിടെ സ്പ്രിങ്ങുകൾ ഉണ്ടായിരിക്കും. സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ പ്രത്യേകത, ഈ സിലിണ്ടർ സ്പ്രിങ്ങുമായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി ഫ്രണ്ടിലേക്ക്, അത് തിരിച്ചിങ്ങോട്ട് വരുന്നത് അവിടെയുള്ള സ്പ്രിങ്ങും അതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലോഡിൻ്റെ വെയിറ്റ് മൂലമാണത് തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സിംഗിൾ ആക്ടിങ് സിലിണ്ടർ. ഇപ്പോൾ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഫിഗറാണ്. അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഒന്ന് സിലിണ്ടർ, പിസ്റ്റൺ റോഡ്, സീല്, സ്പ്രിങ്, ഇൻലെറ്റ് പോർട്ട്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇനീഷ്യലി പിസ്റ്റൺ റിമൈൻസ് at the innermost position in the cylinder due to spring force. സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഇരിക്കുന്നത് അതിനകത്തുള്ള സ്പ്രിങ് മൂലമാണ്. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സാണ്, അല്ലെങ്കിൽ സ്പ്രിങ്ങിനകത്താണ് ഈ സിലിണ്ടർ ഇരിക്കുന്നത്. വെൻ കംപ്രസ്ഡ് എയർ ഈസ് സപ്ലൈഡ് ത്രൂ ദ ഇൻലെറ്റ് പോർട്ട്, പ്രഷർ ആക്ട്സ് ഓൺ ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി പിസ്റ്റൺ. കംപ്രസ്ഡ് എയർ കടന്നു വരുന്നു. അവിടെ ഇൻലെറ്റ് പോർട്ട് കാണാം. ഇൻലെറ്റ് പോർട്ടിലൂടെ കംപ്രസ് എയർ കടന്നു വന്ന് പിസ്റ്റനെ തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പി കാണാം, പ്രഷർ 3 ആരോ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ലോഡ് ഈസ് അറ്റാച്ച്ഡ് ടു പിസ്റ്റൺ ത്രൂ പിസ്റ്റൺ റോഡ്, ദെയർഫോർ ലോഡ് ആൾസോ മൂവ്സ് വിത്ത് പിസ്റ്റൺ. അപ്പോൾ ഈ പിസ്റ്റണിനെ ഒരു പിസ്റ്റൺ റോഡായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ലോഡ് വരിക. അതായത് മുകളിൽ നിന്നുള്ള ഇൻലെറ്റ് ഫോഴ്സിലൂടെ അകത്തേക്ക് കടന്നു വരുന്ന എയർ ഒരു ലോഡ് കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ലോഡ് നേരെ പിസ്റ്റണിൽ വരുന്നു, പിസ്റ്റൺ റോഡിലേക്ക് പോകുന്നു. അപ്പോൾ സീൽ പ്രിവെൻസ് എയർ ലീക്ക് അക്രോസ് ദ പിസ്റ്റൺ. അപ്പോൾ പിസ്റ്റണിനടുത്തൊരു സീൽ വെച്ചിട്ടുണ്ട്. അതായത് എയർ ലീക്ക് ആവാതിരിക്കാൻ അവിടെ സീൽ ചെയ്തിട്ടുണ്ട്. ഇഫ് ന്യൂമാറ്റിക് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സ്പ്രിംഗ് ഫോഴ്സ്, ദെൻ സ്പ്രിംഗ് ഗെറ്റ്സ് കംപ്രസ്ഡ് ആൻഡ് പിസ്റ്റൺ സ്റ്റാർട്ട് മൂവിങ്. അപ്പോൾ ഈ ഇൻലെറ്റ് പോർട്ടിലൂടെ അകത്തേക്ക് കടന്നു വരുന്ന ഈ ന്യൂമാറ്റിക് എയർ ഇതിനകത്തുള്ള സ്പ്രിങ് ഫോഴ്സിനെക്കാട്ടിലും കൂടുതലാവണം. അങ്ങനെ കൂടുതലാവുമ്പോൾ ഈ സ്പ്രിങ് കംപ്രസ്ഡ് ആയിട്ട് പിസ്റ്റൺ മൂവ് ചെയ്യുന്നു. ഫോർവേഡ് സ്ട്രോക്കാണ്. പിസ്റ്റൺ ആൻഡ് ലോഡ് മൂവ് ടിൽ പിസ്റ്റൺ റീച്ചസ് ടു ദി അതർ എൻഡ്. പിസ്റ്റണും അതിൽ വരുന്ന ലോഡും എന്താകണു? പിസ്റ്റനെ അറ്റത്തെ എൻഡിൽ കൊണ്ടെത്തിക്കുന്നു. അറ്റ് ദ എൻഡ് ദർ ഈസ് നോ ഫർദർ സ്പേസ് ഫോർ പിസ്റ്റൺ ടു മൂവ്. അപ്പോൾ ആ എൻഡ് അവസാനിച്ചു, ഇനി അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹെൻസ് പിസ്റ്റൺ ആൻഡ് ലോഡ് മൂവ്മെൻറ്റ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ ഇതിൻ്റെ മൂവ്മെൻറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ ദിസ് പിസ്റ്റൺ മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് സ്ട്രോക്ക്. അതിനെയാണ് ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി റിട്ടേൺ സ്ട്രോക്കാണ്. ഇഫ് പ്രഷർ ആക്ടിങ് ഓൺ പിസ്റ്റൺ ഈസ് റിലീസ്ഡ്, ന്യൂമാറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ദ സ്പ്രിങ് become weak, therefore spring pushes piston back. അപ്പോൾ ഈ പിസ്റ്റണിൽ കൊടുക്കുന്ന പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ന്യൂമാറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു സ്പ്രിങ് ബിക്കംസ് വീക്ക്. ഈ സ്പ്രിങ്ങിൽ ന്യൂമാറ്റിക് ഫോഴ്സ് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് എന്താവും? ആ സ്പ്രിങ് ന്യൂമാറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു സ്പ്രിങ് ആണ്. അപ്പോൾ അത് വീക്കാവും. ദെയർഫോർ സ്പ്രിങ് പുഷസ് പിസ്റ്റൺ ബാക്ക്. അങ്ങനെ പിസ്റ്റണെ സ്പ്രിങ്ങിനകത്ത് സ്വാഭാവികമായിട്ടൊരു സ്പ്രിങ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ന്യൂമാറ്റിക് എയർ കടന്നു വരുമ്പോൾ പിസ്റ്റനെ അങ്ങോട്ട് മുന്നിലേക്ക് തള്ളുന്നു. ഈ എയർ നമ്മൾ ഈ ലോഡ് നിർത്തുമ്പോൾ നമ്മൾ എയർ കടത്തി വിടുന്നതിൽ എന്തും സംഭവിക്കും? ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ പുറകിലേക്ക് വന്നിട്ട് പിസ്റ്റൻ്റെ പുറകിലേക്ക് കൊണ്ടുവരുന്നു. ഡബിൾ ആക്ടിങ് സിലിണ്ടർ.
A double acting cylinder is an actuator which can push and pull the load using compressed air. നേരത്തെ സിംഗിൾ ആക്ടിംഗ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഒറ്റ ഫോർവേഡ് സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലേക്ക് മാത്രമാണ് അത് മൂവ് ചെയ്യണത്. അതിൻ്റെ റിട്ടേൺ വരുന്നത് അതിൻ്റെ സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കൊണ്ടാണ്. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് കുറയുമ്പോഴാണ് റിട്ടേൺ വരുന്നത്. ഇവിടെ ഇതിനെ രണ്ട് ഭാഗത്തേക്കും ഇത് നീക്കാൻ പറ്റും. പുഷ് ആൻഡ് പുൾ, ഒരു ലോഡിനെ പുഷ് ആൻഡ് പുൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന് ഡബിൾ ആക്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 2 പോർട്ട് ഫോർ എയർ സപ്ലൈ. എയർ സപ്ലൈ ചെയ്യാനായിട്ട് ചിത്രത്തിൽ കാണാൻ അതിന് 2 പോർട്ടുകൾ ഉണ്ടായിരിക്കും. ഇൻപുട്ട് എഴുതിയിട്ടുണ്ടാവും, അങ്ങനെ 2 എണ്ണം ഉണ്ട്. നേരത്തെ ഇതിൽ ഒരു ഇൻപുട്ട് മാത്രമേ കാണുള്ളൂ. ഇൻപുട്ട് പോർട്ട് ഫോർ എയർ സപ്ലൈ. ഇതിനകത്ത് പിസ്റ്റൺ ഉണ്ട്. സാധാ പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റിന് എന്താണ് പിസ്റ്റൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എലിമെൻറ്റ് വിച്ച് മൂവ്സ് ടു ആൻഡ് ഫ്രോ ഇൻസൈഡ് ദ സിലിണ്ടർ. സിലിണ്ടറിനകത്ത് മുന്നിലേക്കും പിന്നിലേക്കുമാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്. സിലിണ്ടർ എന്തിനാണ്? ഇറ്റ് കൺഫൈൻസ് എയർ ഫോർ ദ പിസ്റ്റൺ മൂവ്മെൻറ്റ്. പിസ്റ്റണിൻ്റെ മൂവ്മെൻറ്റിനെ പിസ്റ്റണെ നീക്കുന്ന എയറാണ്. അപ്പോൾ ഈ എയറിനെ നിയന്ത്രിക്കുന്നത് സിലിണ്ടറിനകത്താണ് ഈ എയർ ഉള്ളത്. പിസ്റ്റൺ റോഡ്, എ റോഡ് വിച്ച് കണക്ട് പിസ്റ്റൺ ആൻഡ് ലോഡ്. പിസ്റ്റണെയും ലോഡിനെയും കണക്ട് ചെയ്യുന്നത് ഈ പിസ്റ്റൺ റോഡാണ്. പിസ്റ്റൺ സീൽ ഉണ്ട് അതിനകത്ത്, സീൽ വിച്ച് പ്രിവെൻറ്റ് ലീക്കേജ് അക്രോസ് ദ പിസ്റ്റൺ. അപ്പോൾ അതിനകത്ത് ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പിസ്റ്റൺ സീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ റോഡ് സീൽ ഉണ്ട്, സീൽ വിച്ച് പ്രിവെൻറ്റ് എയർ ലീക്കേജ് ഫ്രം സിലിണ്ടർ ടു അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൽ നിന്നുള്ള ആ എയർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോഡ് സീൽ ചെയ്തിട്ടുള്ളത്. ഏറ്റവും അറ്റത്ത് കാണാം റോഡിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണാം ഏറ്റവും അറ്റത്ത് റോഡ് സീൽ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ. ഈ ഡബിൾ ആക്ടിങ് സിലിണ്ടർ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നോക്കാം. വെൻ എയർ ഈസ് സപ്ലൈഡ് ത്രൂ പോർട്ട് എ, പോർട്ട് എയിലൂടെ എയർ നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സ് ഈസ് എക്സർട്ടഡ് ഓൺ ദ പിസ്റ്റൺ സോ ദാറ്റ് ഇറ്റ് മൂവ്സ് ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ പോർട്ട് എയിലൂടെ ഒരു പ്രഷർ നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ആ പ്രഷർ ഈ പിസ്റ്റണിലൊരു ഫോഴ്സ് ചെലുത്തുന്നു, അങ്ങനെ അത് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ആവുന്നു. ദിസ് മൂവ്മെൻറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് സ്ട്രോക്ക്. അപ്പോൾ അതിനെയാണ് ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഫോർവേഡ് സ്ട്രോക്ക് എയർ ഓൾറെഡി പ്രസൻറ്റ് അറ്റ് ദ റോഡ് സൈഡ് എക്സോസ്റ്റ് ത്രൂ പോർട്ട് ബി. അപ്പോൾ ഈ ഫോർവേഡ് സ്ട്രോക്ക് ചെയ്യുന്ന സമയത്ത് ആ റോഡിൻ്റെ അറ്റത്തുള്ള എയർ എക്സോസ്റ്റ് ചെയ്തിട്ട് പോർട്ട് ബിയിലൂടെ പുറത്തേക്ക് പോകുന്നു. ഈ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഇൻപുട്ട് ഉണ്ട്. നേരത്തെ എ ബി, എയിലൂടെ ഒരു ന്യൂമാറ്റിക് എയർ അകത്തേക്ക് കടത്തി വിടുന്നു. അപ്പോൾ ആ എയർ എക്സോസ്റ്റ് ചെയ്തിട്ട് ആ പിസ്റ്റൺ റോഡിൻ്റെ അറ്റത്ത് പോയിട്ട് എക്സോസ്റ്റ് ചെയ്തിട്ട് ബിയിലൂടെ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ പിസ്റ്റൺ മൂവ്മെൻറ്റ് വിൽ സ്റ്റോപ്പ് ഇഫ് എയർ ഡസ് നോട്ട് എക്സോസ്റ്റ്. ഈ എയർ എക്സോസ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താവും? പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ആവുക ചെയ്യുക. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്, ഇപ്പോൾ എയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഫിഗർ ബിയിലൂടെ വെൻ എയർ ഈസ് സപ്ലൈഡ് ത്രൂ പോർട്ട് ബി, ബിയിലൂടെ നമ്മൾ എയർ സപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? എയർ ഓൾറെഡി പ്രസൻറ്റ് എക്സോസ്റ്റ് പോർട്ട് എ ആൻഡ് പിസ്റ്റൺ റീട്രാക്ട്സ്. അപ്പോൾ എയർ നേരെ ഇപ്പുറത്തേക്ക് പോയിട്ട് ഈ പിസ്റ്റനെ പുറകിലേക്ക് വലിക്കുക ചെയ്യുന്നത്. നേരത്തെ എയർ കൊടുത്ത ഫ്രണ്ടിലേക്ക് വന്നു, ഇപ്പോൾ പോർട്ട് ബിയിലൂടെ എയർ കൊടുക്കുമ്പോൾ പിസ്റ്റൺ നേരെ പുറകിലേക്ക് പോകുന്നു. ഈ ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പുഷ് ആൻഡ് പുൾ, ഒരു ലോഡിനെ പുഷ് ചെയ്യാനും പുൾ ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇതിന് അകത്ത് 2 ഇൻപുട്ട് പോർട്ടുകളുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു 5 പോർട്ട് 2 പൊസിഷൻ വാൾവിൻ്റെ ആവശ്യമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ടു ഓപ്പറേറ്റ് ഡബിൾ ആക്ടിങ് സിലിണ്ടർ ഇറ്റ് ഈസ് നീഡഡ് ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് എയർ ബിറ്റ്വീൻ പോർട്ട് എ ആൻഡ് ബി. അപ്പോൾ 2 പോർട്ടുകളെ കുറിച്ച് നേരത്തെ പറഞ്ഞു, എയും ബിയും.
അപ്പോൾ അതിലേക്ക് കൊടുക്കുന്ന എയറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ 5 പോർട്ട് 2 പൊസിഷൻ വാൾവ്. അതിനകത്ത് 2 ഔട്ട്പുട്ട് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഡയഗ്രമാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇതൊരു 5 പോർട്ട് 2 പൊസിഷൻ വാൾവാണ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അധികം വരുന്നത്. അതുകൊണ്ട് ഇത്തരം ഫിഗറുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടറിൻ്റെ ഒരു ഡയഗ്രാം തന്നിട്ട് ഇതെന്താണ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കണം. ഇത്രയൊക്കെയാണ് ന്യൂമാറ്റിക്സ് ആക്ച്വേറ്റേഴ്സിനെ കുറിച്ച് നമ്മുടെ സിലബസിലുള്ളത്. നിങ്ങൾക്ക് ചെറിയൊരു ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുന്നു അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാം. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നെറ്റിൽ കിടപ്പുണ്ട്. ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോ കിട്ടും. അതിൻ്റെ അനിമേഷൻ, പ്രവർത്തനം, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി മടിക്കരുത്. ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ്, ഏത് വിഷയം പഠിക്കുമ്പോഴും അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിലൊക്കെ ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് ഇത് വളരെ ചുരുക്കിയിട്ടാണ് പറയണത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.